സബീഷ് കുരുത്തിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 50. അംഗലാവണ്യം. ജനിച്ചപ്പോഴേ വെളുത്തിരുന്നു, കാലമൊന്നു മാറിയപ്പോൾ ഇരുളായിത്തീരുന്നത് അറിഞ്ഞിരുന്നു, തൊലിക്കകം കറുത്തുപോയപ്പോൾ. കൊതിച്ചത് പിരിയും വരെയുള്ള സാമീപ്യമായിരുന്നു, ഉത്തരവുകൾ പാലിക്കേണ്ടതായപ്പോൾ ചുണ്ടുകൾ മൗനമായി. പരികർമ്മി തച്ചുടുത്ത് മന്ത്രോച്ചാരണങ്ങളിൽ കൈയും മെയ്യുമായി ധൂമപടലങ്ങൾക്കപ്പുറത്ത് ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രതിരൂപങ്ങൾ ജ്വലിച്ചുയർന്നപ്പോഴാണ് മനസ്സ് ഉണർന്നത്. പരിലാളനം കത്തിജ്വലിക്കുമ്പോൾ വെന്തിരിഞ്ഞ സ്മൃതികളൊന്നായി അടർന്നു വീണപ്പോഴാണ് ചാരത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയായി പുതുജന്മപ്പിറവികൾ ഉയിർക്കൊണ്ടത്. പരിപാലനം ശേഷിപ്പുകൾ അത്രയും ജ്വലിച്ചുയർന്നത് മോഹങ്ങളുടെ തീച്ചുളയിലായിരുന്നു. കനലുകൾ ഇരിഞ്ഞടങ്ങിയത് അവിടെയാണ്. ഭൂഗർഭം മണ്ണ് തുരന്നല്ല ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നത്. പണയപ്പെടുത്തി യാന്ത്രികങ്ങളിൽ മുങ്ങി താണപ്പോഴാണ് ബുദ്ധി മരവിച്ച മരുഭൂമികൾ വളർന്നു തുടങ്ങിയത്. തുരങ്കം മണ്ണടരുകൾ തുരന്നായിരുന്നില്ല സൂചിപ്പഴുതുകൾ നിർമ്മിച്ചത്. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാനൊരിടം മാത്രമായിരുന്നു ലക്ഷ്യം. നഗ്നം വിവസ്ത്രമായിരുന്നു രാജ്യമെന്നറിഞ്ഞിട്ടും രാജാധികാരത്തിൻ്റെ പ്രാമാണിത്യങ്ങളിൽ തൂവൽ തുന്നിച്ചേർക്കാൻ നക്ഷത്രഗണങ്ങളെ രക്തക്കുരുതിയിൽ ആകാശച്ചെരുവിൽ തൂക്കിയിട്ടത്. താലി മഹാത്മ്യം നിശ്ചയങ്ങൾക്കൊടുവിലാണ് മനസ്സൊരു ലജ്ജാവതിയായി തീർന്നത്. ഒടുവിലൊരു മഴപ്പെയ്ത്തിലാണ് കുളിരിൻ്റെ മഹാത്മ്യത്തിൽ ഒന്നായി ഹൃദയം കണ്ടത്. പൂങ്കുയിൽ നാദം തൊണ്ടയെ കുരുങ്ങിയിട്ടല്ല, താളം രാഗത്തിൽ ലയിച്ചത്. ലജ്ജയിൽ മുഴുങ്ങിയ മൗനം പിറന്നത് അവിടെയാണ്. പ്രഷർ കലശലായ കോപത്തിൻ്റെ താളത്തിൽ സംഘർഷങ്ങൾ ഉടലെടുത്തത്. സമരോന്മുഖതയിൽ സമരസപ്പെട്ടത് അങ്ങനെയാണ്. കൊളസ്ട്രോൾ മൗനിയായത് മയക്കത്തിൽ, രോഷം പൂണ്ടത് അച്ചടക്കത്തിൽ, വാക്കുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെട്ടത് പിന്നെയാണ്. സന്ദർശനം കാഴ്ചക്കാരെ ലയിപ്പിക്കുന്ന കാഴ്ചശീവേലികളിൽ അർത്ഥഗർഭമായ വീക്ഷണത്തിൻ്റെ തുടക്കം. അതിഥി വീടിനകം നിറച്ചത് സ്നേഹാദരങ്ങൾ കൊണ്ടായിരുന്നു. ഭക്ഷണത്തിന് ആർത്തി കൂടിയപ്പോൾ നോട്ടങ്ങൾ കൊണ്ട് വിഭവങ്ങൾ അളന്നെടുത്തത് അവിടെയാണ്. അഗതി മേൽവിലാസത്തോടെയാണ് വെളിച്ചത്തിലേക്ക് വന്നത്. സമൂഹം, പരിസ്ഥിതി, ധനാഢ്യത്യം, സ്റ്റാറ്റസ് എന്നിങ്ങനെ എണ്ണിത്തുടങ്ങിയപ്പോൾ അനാഥമായത് ജന്മങ്ങൾ. അനാഥം വിളമ്പിയതെല്ലാം മുൻപന്തിയിലായിരുന്നു. കറുപ്പ്, വെളുപ്പ്, തൊടൽ, തീണ്ടൽ എന്നിങ്ങനെ നീളുമ്പോൾ പിന്നിലാക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് നമ്മളല്ല. സനാഥം എത്ര അളന്നെടുത്താണ് വികാരങ്ങളെ തരളിതമാക്കിയത്. ജാതി, മതം, വർണ്ണം എന്നിങ്ങനെ പൂരിപ്പിക്കാൻ പരിമിതികളില്ലാതെ പോയതാണ് മനസ്സാക്ഷി സമൂഹത്തിന് ദൃക്സാക്ഷിയായി തീരേണ്ടി വന്നത്. ഗ്യാലറി കാഴ്ചക്കാർക്ക് വീതിച്ചെടുക്കാൻ തട്ടുകളേറെയാണ്. ജൂനിയർ, സീനിയർ എന്നിങ്ങനെ തുടങ്ങുമ്പോഴാണ് പന്തുകൾ ലജ്ജിതരായി കോർട്ടിന് പുറത്തേക്ക് ഓടിത്തുടങ്ങിയത്. മ്യൂസിയം കാഴ്ചക്കാരേറെ തിടുക്കത്തിൽ വന്നപ്പോഴാണ് സ്മൃതികൾ ശാസനങ്ങളായി വികൽപ്പനം തേടിയത്. പ്രതിഷേധം വിശപ്പിനെക്കുറിച്ചായിരുന്നു ആദ്യം മുറവിളിച്ചത്. പിന്നെ തീരാമോഹങ്ങൾ കരകാണാ തീരമാണ് തിരിച്ചറിഞ്ഞപ്പോൾ ശബ്ദം കനത്ത് ആയുധങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അടുക്കള അടുക്കി വച്ചതൊക്കെയും നൊമ്പരങ്ങളായിരുന്നു. തൂത്തുകുടച്ച് വൃത്തിയാക്കിയിട്ടും അഴുക്കിൻ്റെ സംഭരണിയായി പിന്നെയും തീരുകയാണെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായത് എപ്പോഴായിരുന്നു. ട്രാജഡി മറക്കരുതായിരുന്നു. ഇന്നലെയോളം കഴിഞ്ഞതല്ല, പക്ഷേ മറവിയുടെ ആഴക്കടലിൽ വാർദ്ധക്യം മുങ്ങിത്താണപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ പാരമ്പര്യങ്ങളായി നിർവഹിച്ചത്. നോർമൽ എല്ലാം തികഞ്ഞിട്ടല്ല കാത്തിരിപ്പിന് ശേഷം പുറന്തോട് പൊട്ടിച്ച് പുറത്തു ചാടിയത്. കാലം രൗദ്രഭാവം പൂണ്ടപ്പോൾ മാനുഷർ സംഹാരകരായി മാറിയത് അവിടെയാണ്.